അഭയമൂർത്തിയായി ശൈവചൈതന്യമായി തിരുനക്കരയിൽ വാഴുന്ന മഹാദേവന്റെ മടിത്തട്ടൊരുങ്ങിയിരിക്കുന്നു. ഇതാ ഈ പൊന്നോണക്കാലത്ത് തിരുനക്കരയുടെ പെരുമ വിളിച്ചോതി വീണ്ടും ഒരുങ്ങുകയാണ് ആനയൂട്ട്. ജനമനസ്സുകളുടെ ആവേശം കൊണ്ട് സുരഭിലമാകുന്ന തിരുനക്കര ആനയൂട്ട്. അക്ഷരനഗരിയുടെ അഭിമാനവും തിരുനക്കര ശിവനും കൂടെ മലയാളക്കരയിലെ വീരവീരന്മാരും വീരനാരി രത്നങ്ങളും അണിനിരക്കുന്ന ഈ ആനയൂട്ടിന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തിരിതെളിയുകയായി. മധ്യ കേരളത്തിന്റെ മടിത്തട്ടിൽ മഹനീയ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ഈ ആനയൂട്ട് കൂടുവാൻ എല്ലാ നല്ലവരാകുന്ന ആനപ്രേമികൾക്കും തിരുനക്കര തേവരുടെ തിരുമണ്ണിലേക്ക് സ്വാഗതം. തിരുനക്കരയുടെ ഹൃദയ ശ്രീകോവിലിൽ അഴകിന്റെ മൂർത്തിയായി വാഴും ഇതാ ഈ പൊന്നോണക്കാലത്ത് തിരുനക്കരയുടെ പെരുമ വിളിച്ചോതി വീണ്ടും ഒരുങ്ങുകയാണ് ആനയൂട്ട്. ജനമനസ്സുകളുടെ ആവേശം കൊണ്ട് സുരഭിലമാകുന്ന തിരുനക്കര ആനയൂട്ട്. അക്ഷരനഗരിയുടെ അഭിമാനവും ആനക്കേരളത്തിന്റെ ഐശ്വര്യവും അഭയമൂർത്തിയായി ശൈവചൈതന്യമായി തിരുനക്കരയിൽ വാഴുന്ന മഹാദേവന്റെ മടിത്തട്ടൊരുങ്ങിയിരിക്കുന്നു. ഇതാ ഈ പൊന്നോണക്കാലത്ത് തിരുനക്കരയുടെ പെരുമ വിളിച്ചോതി വീണ്ടും ഒരുങ്ങുകയാണ് ആനയൂട്ട്. ജനമനസ്സുകളുടെ ആവേശം കൊണ്ട് സുരഭിലമാകുന്ന തിരുനക്കര ആനയൂട്ട്. തിരുനക്കര ശിവനും കൂടെ മലയാളക്കരയിലെ വീരവീരന്മാരും വീരനാരി രത്നങ്ങളും അണിനിരക്കുന്ന ഈ ആനയൂട്ടിന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തിരിതെളിയുകയായി. മധ്യ കേരളത്തിന്റെ മടിത്തട്ടിൽ മഹനീയ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ഈ ആനയൂട്ട് കൂടുവാൻ എല്ലാ നല്ലവരാകുന്ന ആനപ്രേമികൾക്കും തിരുനക്കര തേവരുടെ തിരുമണ്ണിലേക്ക് സ്വാഗതം. തിരുനക്കരയുടെ ഹൃദയ ശ്രീകോവിലിൽ അഴകിന്റെ മൂർത്തിയായി വാഴും വീരനാരി രത്നങ്ങളും അണിനിരക്കുന്ന ഈ ആനയൂട്ടിന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തിരിതെളിയുകയായി. മധ്യ കേരളത്തിന്റെ മടിത്തട്ടിൽ മഹനീയ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ഈ ആനയൂട്ട് കൂടുവാൻ എല്ലാ നല്ലവരാകുന്ന ആനപ്രേമികൾക്കും തിരുനക്കര തേവരുടെ തിരുമണ്ണിലേക്ക് സ്വാഗതം. തിരുനക്കരയുടെ ഹൃദയ ശ്രീകോവിലിൽ അഴകിൻ എപ്പോഴും അവന് നമ്പർ തന്നെ അവിടെ സവർണന്മാരെ ഇരുവരെയും നീട്ടി സ്വീകരിക്കുന്ന പൂരഭൂമിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. പേരുകേട്ട മണ്ണിലെല്ലാം താരമായി ചെന്നെത്തി പാലായുടെ നാമത്തിൽ മറ്റൊരു പ്രൗഢി പകരുന്നത്. ഉയരപ്പെരുമയുള്ള താരങ്ങൾ പോലും കണ്ണിമച്ചിമാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ വസന്തം. പേരുകേട്ട വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്റെ അകമ്പടിയാക്കി ശീലിച്ചവർ. പെൺവസന്തം പൂത്തുല
ക്ഷേത്രോപദേശക സമിതിയുടെ വിരുന്നൂട്ടിലേക്ക് കടന്നു വരികയാണ് തേക്കിൻ തോട്ടത്തിന്റെ പെടിയാന ചന്തം. കൊമ്പനോളം പോകുന്ന സിരും കരുത്തുമായി മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വാഴുന്ന ഇതിഹാസ പിറവി ഗജറാണി തേക്കിൻ തോട്ടം മീര. അതെ, ഉശിരും ഉണർവുമുള്ള പിടിയാന ചന്തങ്ങളെ മലയാള മണ്ണിൽ ഉണ്ടെന്ന് തെളിയിച്ചു തന്ന ഗജവസന്തമാണിവൾ. അനിയുടെ കൊമ്പും കൈയും പിടിച്ചുകൊണ്ടിതാ ഏതു കൊമ്പനും തോറ്റുപോകുന്ന ഈ വഴക്കവും കരുത്തും കൊണ്ട് വൻ മരങ്ങളെ കളിത്തൊഴിയാക്കിയ ഗജസുന്ദരി കടന്നു വരികയാണ്. ഗൗരവത്തിന്റെ തന്റേതായ വേദികളിൽ താരമൂല്യത്തിന്റെ കയ്യൊപ്പുകൾ ചാർത്തി എഴുന്നള്ളി നിന്ന് വീരവിസ്മയം അക്ഷരനഗരിയുടെ അഭിമാനമായി മാറിയ പിടിയാന ചന്തങ്ങളിൽ എന്നുമെന്നും മുൻപന്തിയിൽ മുഴങ്ങുന്ന നാമധേയം. നക്കരക്കുന്നിൽ വിരുന്നൂട്ട് തുടങ്ങിയ കാലം മുതൽ ഈ മണ്ണിന്റെ അഭിമാനമായി ഇവിടെ കടന്നു വരുന്ന താരറാണി മുതിർന്ന ചട്ടക്കാരൻ ശശിയേട്ടന്റെ കൈയും പിടിച്ചതാ സവിശേഷതകളുടെ ചരിത്രം തന്റെ പേരിൽ കുറിക്കണമെന്ന വാശിയിൽ ഉത്തമ വേദികളെ കീഴടക്കി നിൽക്കുന്നവൻ. പൂരം പൂത്തുലയുന്ന നാട്ടിലടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ ചെവിയാട്ടി നിന്നവൻ. അതെ, ആവേശത്തിന്റെ വേറിട്ട ആഘോഷം ഒരുങ്ങുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്നു മറ്റൊരു മഴമേഘവർണ്ണൻ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന മണ്ണിലേക്ക് ചിരപ്രസിദ്ധമായ ഹരിപ്പാട് നാട്ടിൽ നിന്നും കടന്നു വരുന്നു ആടരുത്തരായ വീരനായകൻ ഗജകേസരി ഹരിപ്പാട് അപ്പു. ഭഗവാന്റെ ആറാട്ടിനുമടക്കം എണ്ണം പറഞ്ഞ നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്നവൻ. വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ മലയാള നാട്ടിൽ കാലുകുത്തി തന്റേതായ ഇടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ. താരങ്ങൾ മാത്രം വാടുപിറങ്ങിയ തോട്ടക്കാട് നാട്ടിൽ ചരിത്രം കുറിച്ച് നിലകൊള്ളുന്നവൻ. ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ടാണ് കേരളത്തിന്റെ ഇടനെഞ്ചിൽ സ്ഥാനം പിടിച്ച ഗജകേസരി വരികയാണ്. ഈ മണ്ണിലെ ആനയൂട്ടിന് പതിവ് പോലെ ആവേശം നിറയ്ക്കുവാൻ ആനക്കോട്ടയത്തിന്റെ ഉത്തമ കൊണ്ടരം ഗജരാജ കില്ലാടി തന്റെ പ്രിയ സാരഥി നെത്തല്ലൂർ സരുണിന്റെ കൈയും പിടിച്ചിതാ വന്നു ചേരുകയാണവൻ. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണൻ. ഇവൻ എണ്ണം പറഞ്ഞ പൂരങ്ങൾക്ക് നായകത്വം വഹിച്ച് ശീലിച്ച മധ്യ കേരളത്തിന്റെ മാനസപുത്രൻ. തിരുനക്കര തേവരുടെ പൂരത്തിന് പലകുറി എഴുന്നള്ളിപ്പ് പെരുമ ചാർത്തിയവൻ. സഖ്യ സൗന്ദര്യങ്ങളുടെ ലക്ഷണ പെരുക്കങ്ങൾ കൊണ്ട് ആനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പൂവാലൻ ഗജരാജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ. വന്നിരിക്കുകയാണവൻ. പ്രിയ സാരഥി അടിവാരം ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് നക്കരക്കുന്നിലെ വിരുന്നൂട്ട് കൂടുവാൻ വന്നിരിക്കുകയാണവൻ. ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ ഉത്തമ സൗന്ദര്യങ്ങളുടെ ഇടയിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പോലെ അവതരിച്ചിരിക്കുകയാണ് ശേഖരൻ. ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ചീലി വിരിവിന്റെയും ദന്തഭംഗിയുടെയും നേരുടമിയുടെ നിത്യ സാന്നിധ്യമായി മാറിയ ആഘോഷങ്ങൾക്ക് നായകത്വം വഹിച്ച അതേ ശേഖരൻ തിരുവേറ്റുമാനൂരപ്പന്റെ തിരുമണ്ണിൽ നിറപുത്തിരി എഴുന്നള്ളിപ്പ് വരെ നടത്തി പ്രൗഢി തീർത്ത ശേഖരൻ തിരുനക്കര തേവരുടെ തിരുവുത്സവത്തിന് പതിവുകാരനായി ഈ മതിലകത്ത് മറിവുന്ന ശേഖരൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന വസന്തങ്ങളെല്ലാം തന്റെ വരവ് കൊണ്ട് കോരിത്തെറിപ്പിച്ച് ഇന്നും മറക്കാത്ത ശേഖരൻ ഇതാ പാലാനാടിന്റെ ഇടനാടികൾ ഇതാ തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ആനയുടെ ആവേശ പെരുമ്പറ മുടക്കുവാൻ വന്നിരിക്കുകയാണ് സാധു. അന്ന് വടക്കിന്റെ മടിത്തട്ടിൽ നിന്നും ഇന്ന് മലയാള മണ്ണിന്റെ ആര്യതാരകമാകുവാൻ പുതുപ്പള്ളി പാപ്പാലപ്പുറം പച്ചായന്റെ കൈയും പിടിച്ചു കടന്നു വന്നവൻ. വന്ന കാലം തന്നെ വമ്പരെന്ന് വിധി എഴുതിയപ്പോൾ പിൽക്കാലം തന്റെ പേരിൽ കുറിച്ചതേ നായകൻ. വാശിയെങ്കിൽ വാശി കൊണ്ട് തന്നെ ആശിച്ചത് അത്രയും സ്വന്തമാക്കി ശീലിച്ചവൻ. അതെ, അവതാരപ്പിറവിയുടെ ആവേശ സൂര്യന്മാരെ വരവേറ്റ് സ്വീകരിച്ച മലയാളക്കരയിലേക്ക് വലതുകാൽ വെച്ച് കരുത്തറിയിച്ച സാധുവിത കാത്തിരിക്കുന്ന കാലത്തിന് കരുത്തിന്റെ പര്യായം കൊണ്ട് ആവേശഗാഥനം സമ്മാനിച്ച അക്ഷരനഗരിയുടെ ഗജസൂര്യനിത വരികയാണ്. വർഷമേറെയായി ഈ വശ്യ സൗന്ദര്യത്തെ കാത്തു സംരക്ഷിക്കുന്ന സാരഥി മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചവതരിക്കുകയാണ്. കാലത്തെ കൊണ്ടുപോലും തന്റെ കരുത്തിന് കൈയടിപ്പിച്ച നായകൻ മലയാളക്കരയുടെ മാതംഗ മാണിക്യം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു.
വാശിയോടെ പ്രിയ സാരഥി കോട്ടയം അഖിലിന്റെ കൈയും പിടിച്ച് അവതരിക്കുകയാണവൻ. ആരവങ്ങൾ നിറയുന്ന തെക്കിന്റെ രാജഭൂമിയിൽ ആവേശ പെരുമ കൊണ്ട് വിളങ്ങിയവൻ. പിറന്ന മണ്ണിന്റെ വീറും വളർന്ന മണ്ണിന്റെ വാശിയും കൈമുതലാക്കിയ പലനാടും കീർത്തി കേട്ടവൻ. അഴകിന്റെ രാജകീയ പ്രൗഢിക്ക് കോട്ടയം നാട് കരുതി വെച്ച മറ്റൊരു വജ്രായുധം. അക്ഷര നഗരിയുടെ മണിത്തട്ടിലെ കൺകണ്ട പുണ്യം ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരനും സാരഥിമാർഗം വരദന്റെ കട ഈ വർഷം സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക്, തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആണുങ്ങളിൽ ആണായി തന്നെ വേദികൾ ഭരിക്കുന്ന വീരതാരകം ഇവൻ. തെക്കും വടക്കും അലയടിക്കുന്ന ആവേശങ്ങൾ നിറസാന്നിധ്യം തീർത്ത് എഴുന്നള്ളി നിൽക്കുന്നവൻ. പൂരങ്ങളുടെ നാട്ടിലും ആവേശങ്ങളുടെ നാട്ടിലും ആഘോഷമായി കടന്നു ചെല്ലുന്നവൻ. പേരുകേട്ട പൂരങ്ങളുടെ എല്ലാം ഭാഗമായി മാറി താരസാമ്രാജ്യം തന്റെ പേരിലും സൃഷ്ടിച്ച വീരപ്രതാപി. അഴകും മികവും തികഞ്ഞ താരങ്ങൾ അണിനിരക്കുന്ന ആനയൂട്ടിലേക്ക് ശ്രീ മഹാദേവനെ വണങ്ങി വരികയാണവൻ. അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞ ആണുങ്ങൾ അടക്കി ഭരിക്കുന്ന കോട്ടയം നഗരിയെ പുളകം കൊള്ളിച്ച പ്രിയ സാരഥി ജയന്റെ കൈയും പിടിച്ച് കടന്നു വരികയാണവൻ. ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും സാരഥിമാർഗം തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. അവതരിക്കുകയാണ്. തെക്കൻ മലയാളത്തിന്റെ മഹിമയിൽ നിന്നും അഴകിന്റെ വജ്രാഭചൂടി കടന്നു വന്ന് ഇനി ഈ അക്ഷര നഗരിയിലും നിറസാന്നിധ്യമാകുന്നു വന്നു ചേരുകയാണവൻ. തികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റുരയ്ക്കുന്ന നക്കര കുന്നിന്റെ മണ്ണിലേക്ക് തന്റെ പുതിയ സാരഥി ധീരദേവന്റെ കൈയും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ ആനയൂട്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ. വീണ്ടും ഇതാ തിരുനക്കര ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് കടന്നു വരികയാണ് പടിഞ്ഞാറേ മഠം ശങ്കരൻ. വിജയകുമാരന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കുംഭാഷ്ടമി തിരുനാളിൽ തിരുവൈക്കത്തപ്പൻ അകമ്പടി സേവിച്ച ചരിത്രമുള്ളവൻ. തകഴിയിൽ വാടുന്ന ശ്രീ ധർമ്മശാസ്താവിന്റെ മണ്ണിൽ ആഘോഷമായി എഴുന്നള്ളി നിന്നവൻ. വടക്കുംനാഥന്റെ മണ്ണിൽ ആനയൂട്ടുകൂടി വടക്കൻ കേരളത്തിലെ ആനപ്രേമികൾക്ക് വരെ ദർശനം കൊടുത്തവൻ. മികച്ച വേദികൾ തന്നെ കാത്തിരിക്കുമ്പോൾ മികവ് ചാർത്തി കടന്നു ചെല്ലുന്ന ശൈവനാമധാരീത വരികയാണവൻ. തിരുനക്കര ഒരുങ്ങി നിൽക്കുമ്പോൾ ആവേശത്തിന്റെ ആനയൂട്ട് കൂടുവാൻ സൗന്ദര്യത്തിന്റെ വേറിട്ട സമന്വയ ഭാവങ്ങൾ അണിനിരക്കുന്ന നേരത്തിത തന്റെ അഴകും അളവും മികവും തികവും കാണിച്ചു കടന്നു വരുന്നു തോട്ടേക്കാടിന്റെ തമ്പുരാട്ടിക്കുട്ടി. എണ്ണം പറഞ്ഞ കൊമ്പന്മാർ എന്നും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തോട്ടേക്കാട് മണ്ണിൽ തിരുനക്കരേശന്റെ തിരമേറ്റുവാൻ വന്ന ഗജരാജ പഞ്ചാനനൻ വരികയാണ്. മറ്റുള്ളവരെല്ലാം വിരുന്നുകാരാകുമ്പോൾ ഈ നാടിന് നാഥനായി വിരുന്നൊരുക്കുവാൻ നായകൻ വരികയാണ്. ധീരന്മാർ പിറന്ന കോടനാട്ടിൽ നിന്നും വീരന്മാരുടെ വിളയാട്ട ഭൂമിയായ കോട്ടയത്തിന് രാജാവാകാൻ വന്നവൻ. മുക്കണ്ണനായി തട്ടകം കാണുന്ന വിശ്വമഹേശ്വരനായി പിറന്ന മക്കളിൽ മൂന്നാമൻ. അക്ഷരം തെറ്റാത്ത ആവേശവും അക്ഷര നഗരിയുടെ അഭിമാനവുമായ ആന കേരളം വാഴുന്ന ധീരപുത്രൻ. എണ്ണം പറഞ്ഞ നാട്ടാന ചേകവന്മാർ എണ്ണി എണ്ണി അണിനിരക്കുന്ന കോട്ടയം പട്ടണത്തിന്റെ ഗജസൈന്യാധിപൻ. സർവംഗോപാംഗങ്ങളിലും തുള്ളി തുളുമ്പി നിൽക്കുന്ന സഖ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം. തിരുവൈക്കത്തപ്പന്റെ തങ്കത്തിടം വേറ്റാൻ പിറന്ന തിരുനക്കര തേവരുടെ പൊതുപുത്രൻ ഗജരാജ പഞ്ചാനനൻ തിരുനക്കര ശിവൻ. അതെ, ശങ്കര മൊബൈൽസ് ശങ്കരയ്യർമ വെച്ചുകൊണ്ട് ക്ഷേത്രം ഉപദേശക സമിതിയുടെ മുഖ്യരക്ഷാധികാരി ഭാരത് ഗ്രൂപ്പിന്റെ എല്ലാമായ ഡോക്ടർ വിനോദ് വിശ്വനാഥൻ അവർകൾ 2024 തിരുനക്കര ആനയൂട്ടിന് സമാരംഭം കുറിച്ച് സമർപ്പിക്കുകയാണ്. ഭഗവാനെ ധ്യാനിച്ച് നമശിവായ മന്ത്രധ്വനികൾ അലയടിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ മുഴുവൻ ഗജരത്നങ്ങൾക്കും തിരുനക്കര തേവരുടെ മടിത്തട്ടിൽ ദേവദേവേശ്വരന്റെ പുണ്യഭൂമിയിൽ തേവരുടെ പുണ്യസന്നിധിയിൽ
ആനയുണ്ട് ആരംഭം കുറിക്കുകയാണ്. ടീം മെമ്പർ ശ്രീ ശ്രീകാന്ത് ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കി ഏതൊരു പരിപാടിയും മനോഹരമാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സൗണ്ട് സിസ്റ്റം മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം ബീച്ച് സൗണ്ട്സിലെ മുഴുവൻ പ്രവർത്തകർക്കും 1000 നന്ദിയും സ്നേഹവും അറിയുകയാണ്. ഈ ദൃശ്യവിസ്മയങ്ങളിൽ ലോകത്തെമ്പാടുമുള്ള ആനപ്രേമികൾക്കും അതിലെ മുഴുവൻ പ്രവർത്തകർക്കും മീഡിയ ചാനൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും സമർപ്പിക്കുന്നു.